പാലക്കാട് മണ്ണാർക്കാട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം 4 പേർക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷയും ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടിപ്പർ ലോറി നേർക്കുനേർ ഓട്ടോറിക്ഷയും ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 4 പേർക്കാണ് പരിക്ക്. ആ ടിപ്പർ ലോറി ഇങ്ങനെ റോങ് സൈഡ് കയറി മറ്റേ സൈഡിലോട്ട് വരികയാണ്. ആ സൈഡിൽ കൂടെ പോകുമായിരുന്ന കാറിനെയും ഓട്ടോയെയുമാണ് ഓട്ടോയെ ഇടിച്ച് മറിച്ചു. ഐഷത്തുൽ ഷംനയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ഷംന, ഇതെന്താണ് പറ്റിയത്? ഈ ടിപ്പർ ലോറിക്കാരൻ ഉറങ്ങിപ്പോയതെന്തോ? ആഷ്മി, അത്തരം വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അതായത് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ വാഹനത്തിന്റെ ബ്രേക്കിലൊക്കെ നഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാടാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. 4 പേർക്ക്, ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. ഇവരെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ആഷ്മി, എന്തായാലും ആ കാറ് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. കാറുകാരൻ കുറച്ചുകൂടി നിർക്കുന്നവരായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദുരന്തമായി പോയേനെ. എന്തായാലും കാറിൽ തട്ടി അങ്ങ് പോയി. കാര്യം അത്രത്തോളം വേഗതയിലായിരുന്നു കാറും. ആ സമയത്ത് ടിപ്പറിനും നല്ല വേഗതയുണ്ട്. ഷംന, ഹാഷ്മി, ഈ വാഹനങ്ങളുടെ വേഗത അതുപോലെ തന്നെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ പരിക്കുകൾ ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്തകൾ കൂടി വരുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. ഐഷത്തുൽ ഷംനയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ടിപ്പർ ലോറിയും റോഡിന്റെ എതിർവശത്തേക്ക് തെന്നി മാറുന്നത് കാണാം. അപ്പുറത്ത് അവരുടെ റിയൽ സൈഡിലേക്ക് പോകുമായിരുന്ന കാറിൽ തട്ടി ഓട്ടോ ഇടിച്ചു മറിക്കുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ ഓട്ടോയിലുള്ള 4 പേർക്കാണ് പരിക്ക്. പക്ഷേ പരിക്ക് അത്ര പ്രശ്നമുള്ള പരിക്കല്ല. ഒരുപക്ഷെ ജീവാപായത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു അപകടമായിരുന്നു അത്. അവരുടെ പരിക്ക് അത്രത്തോളം പ്രശ്നമല്ല എന്നാണ് ഐഷത്തുൽ ഷംന പറയുന്നത്. സമാധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.